ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ബീഹൈവിലെ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന യൂണിറ്റിൻ്റെ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 1, ലെറ്റസ് കളർ ദ പിക്ചർ. തന്നിരിക്കുന്ന പിക്ചറിന് കളർ കൊടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? ഒരു ബസ്സാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തെഴുതും? ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാണ്. അപ്പോൾ എല്ലാവരും കളർ കൊടുക്കണം. എന്നിട്ട് ദിസ് ഈസ് എ ബസ് എന്ന് എഴുതി ചേർക്കുകയും വേണം. ആക്ടിവിറ്റി 2, വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ? കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ? ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരാണ്? ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്നത്. ഹിയർ ഇവിടെ. കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. കുറച്ച് കുത്ത് ഡോട്ട്സ് തന്നിരിക്കുന്നു. അത് യോജിപ്പിച്ചാൽ നമുക്കൊരു ചിത്രം കിട്ടും. എന്താണത്? ദിസ് ഈസ് എ കാർ. അതൊരു കാറാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും കിട്ടിയോ കാറ്? എല്ലാവരും ആ ഡോട്ട് യോജിപ്പിച്ച് കളർ കൊടുക്കണം. എന്നിട്ട് എഴുതണം ദിസ് ഈസ് എ കാർ. ദ കാർ ഈസ് റെഡ്. അതൊരു ചുവപ്പ് കാറാണ്. ആക്ടിവിറ്റി 3, ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ്. കളർ ദം ടു. ലെറ്റ് us ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിക്കണം. ദ വെഹിക്കിൾസ്, ഇതിൽ ഏതൊക്കെ വെഹിക്കിൾസ് വണ്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കണം. കളർ ദം ടു, എന്നിട്ട് അവർക്ക് കളർ കൊടുക്കുകയും വേണം. ഏതൊക്കെയുണ്ട്? തന്നിരിക്കുന്ന ലിസ്റ്റിൽ നമുക്ക് ടിക്കിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ടിക്കിട്ടാലോ? ആരൊക്കെയുണ്ട്? ബസ്, ബൈസിക്കിൾ, സ്കൂട്ടർ, ജീപ്പ്, മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, വാൻ. ഇതൊക്കെയാണ് അതിലുള്ളത്. ആക്ടിവിറ്റി 4, വിച്ച് ഈസ് യുവർ ഫേവറിറ്റ് വെഹിക്കിൾ? ഡ്രോ ആൻഡ് കളർ ഇറ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഫേവറിറ്റ് ആയിട്ടുള്ള വെഹിക്കിൾ, ഇഷ്ടപ്പെട്ട വെഹിക്കിൾ ഏതാണെന്ന് പറയണം. എന്നിട്ടത് വരച്ച് കളർ കൊടുക്കാനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു കാറാണ്. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെഹിക്കിൾ എഴുതി അതിൻ്റെ ചിത്രം വരച്ച് കളർ കൊടുക്കാം. ആക്ടിവിറ്റി 5, ലെറ്റ് us മാച്ച് സ്യൂട്ടബിളി. ഡ്രോ എ ലൈൻ ആൻഡ് കണക്ട് ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം. മാച്ച് ചെയ്ത് ലൈൻ കൊടുക്കാനാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ? റെഡ് സ്കൂട്ടർ, ചുവന്ന കളറിലുള്ള സ്കൂട്ടർ, അതിനൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബ്ലൂ മോട്ടോർ ബൈക്ക്, നീല മോട്ടോർ ബൈക്ക്. അപ്പോൾ നമുക്കതിന് കളർ കൊടുത്താലോ? ഇനി ഗ്രീൻ ജീപ്പ്, പച്ച കളറിലുള്ള ജീപ്പ്. ബ്ലാക്ക് ബൈസിക്കിൾ, കറുത്ത കളറിലുള്ള ബൈസിക്കിൾ. ആക്ടിവിറ്റി 6, ലെറ്റ് us കംപ്ലീറ്റ് ദ പിക്ചർ യൂസിങ് സ്റ്റിക്കേഴ്സ്. ഒരു പിക്ചർ തന്നിരിക്കുന്നു, അത് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൽ ആവശ്യമായ കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ച് ആ പിക്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ പിക്ചർ എന്ന് പറയുന്നത് ഒരു റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സൈൻസും അതുപോലെ തന്നെ പിക്ചേഴ്സും ഒക്കെ വെച്ച് നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടില്ലേ? ഇതുപോലെ. ആക്ടിവിറ്റി 7, വാട്ട് ആർ ദേ ടോക്കിംഗ്? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. വാട്ട് ആർ ദേ ടോക്കിംഗ്? എന്താണ് അവർ സംസാരിക്കുന്നത്? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ ആ ഒരു സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാറും എയ്റോപ്ലെയിനുമാണ് അല്ലേ? അപ്പോൾ കാറ് പറയാണ് ഐ ഹാവ് വീൽസ്. എനിക്ക് ചക്രങ്ങളുണ്ട് എന്നാണ് കാറ് പറയുന്നത്. അപ്പോൾ എയ്റോപ്ലെയിൻ പറയാണ് ഐ ടു ഹാവ് വീൽസ്. എനിക്കും ചക്രങ്ങളുണ്ട്. അപ്പോൾ എയ്റോപ്ലെയിൻ പറയാണ് ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. അപ്പോൾ കാറിന് ചിറകുണ്ടോ? ഇല്ല അല്ലേ? ഐ ഹാവ് നോ വിങ്സ്. എനിക്ക് ചിറകുകൾ ഇല്ല. ഐ ഹാവ് വിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിറകുകൾ ഉണ്ട്. ഐ ഹാവ് നോ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ ഇല്ല. എനിക്ക് ചിറകുകൾ ഇല്ല. അടുത്തത് കാർ പറയാണ് ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട്. അപ്പോൾ എയ്റോപ്ലെയിൻ എന്തു പറയും? ഐ ഹാവ് നോ ഹോൺ. എനിക്ക് ഹോൺ ഇല്ല. ആക്ടിവിറ്റി 8, ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഒരു ബസ്സും കാറുമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ കുറച്ച് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്.
കാറിനെ പറ്റിയും ബസ്സിനെ പറ്റിയും ഒക്കെ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാലോ. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ഇതൊരു നീല ബസ്സാണ്. ദ ബസ് ഹാസ് സീറ്റ്സ്. ബസ്സിന് സീറ്റുകൾ ഉണ്ട്. ദ ബസ് ഹാസ് വീൽസ്. ബസ്സിന് എന്തുണ്ട്? വീൽസ് ഉണ്ട് അല്ലേ, ചക്രങ്ങളുണ്ട്. ദ ബസ് ഹാസ് ഹോൺ. ഹോൺ ഉണ്ട്. ദ ബസ് ഹാസ് ലൈറ്റ്സ്. ലൈറ്റ്സ് ഉണ്ട്. ദ ബസ് ഹാസ് മിറേഴ്സ്. കണ്ണാടി ഉണ്ട്. ഇനി കാറിനെ കുറിച്ചാണ്. ദിസ് ഈസ് എ റെഡ് കാർ. ഇതൊരു ചുവന്ന കാറാണ്. ദ കാർ ഹാസ് സീറ്റ്സ്. കാറിന് സീറ്റ്സ് ഉണ്ട് അല്ലേ. ദ കാർ ഹാസ് വീൽസ്. ചക്രങ്ങളുണ്ട്. ദ കാർ ഹാസ് ഹോൺ. ഹോൺ ഉണ്ട്. ദ കാർ ഹാസ് ലൈറ്റ്സ്. ലൈറ്റ്സ് ഉണ്ട്. ദ കാർ ഹാസ് മിറേഴ്സ്. കാറിനും കണ്ണാടി ഉണ്ട്. ആക്ടിവിറ്റി 9. വാട്ട് ഡു ദേ സേ? എന്താണ് അവർ പറയുന്നത്? ബസ് പറയാണ്, ഹേ കാർ ഗിവ് വേ. കാർ എനിക്ക് വഴി തരൂ. ഗിവ് വേ, വഴി തരൂ. അപ്പോൾ കാർ പറയാണ്, നോ, ഇല്ല, യു മൂവ്, നീ മാറ്. അങ്ങനെ രണ്ടുപേരും വഴക്കായി അല്ലേ. അപ്പോൾ ഒരു പോലീസ് വന്നിട്ട് എന്താണ് പറയുന്നത്? സ്റ്റോപ്പ്, നിർത്ത്. ആക്ടിവിറ്റി 10. ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ഈ ജീപ്പിന് വീൽസ് ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്സ്. ഈ ലോറിക്ക് ലൈറ്റ്സ് ഇല്ല. അടുത്തതൊരു ബൈസിക്കിളാണ്. ദിസ് ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. ഇതിന് സീറ്റ് ഇല്ല. അടുത്തത് ദ വാൻ ഹാസ് നോ ഡോർസ്. വാതിലുകൾ ഇല്ല വാനിന്. ആക്ടിവിറ്റി 11. വാട്ട് വിൽ ദ ഡോഗ് സേ? എന്താണ് ഡോഗ് പറയുന്നത്? ഒരു ക്യാറ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, ഓർഡർ ചെയ്യുകയാണ്, എ കപ്പ് ഓഫ് ടീ പ്ലീസ്. എനിക്ക് ഒരു കപ്പ് ചായ വേണം. അപ്പോൾ നമ്മുടെ ഡോഗ് ചായയുമായി പോവുകയാണ്. കണ്ടില്ലേ? പെട്ടെന്ന് ക്രാക്ക്, ഡോഗിൻ്റെ കയ്യിൽ നിന്നും കപ്പ് താഴെ വീണ് പൊട്ടി. അത് കണ്ടപ്പോൾ ക്യാറ്റിന് ദേഷ്യം വന്നു. എന്നിട്ട് ഡോഗിനെ നോക്കി പറയുകയാണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിൻ്റെ തെറ്റാണ്, മിസ്റ്റേക്കാണ്. അപ്പോൾ ഡോഗ് എന്തു പറയും? ഐ ആം സോറി സർ. എന്നോട് ക്ഷമിക്കൂ എന്നാണ് ഡോഗ് പറയുന്നത്. ആക്ടിവിറ്റി 12. ആഡ് എ ലൈൻ ടു ദ സോങ്. ഒരു സോങ് തന്നിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ വിട്ടുപോയിടത്ത് ലൈൻ ആഡ് ചെയ്യണം. ഗ്രീൻ ട്രീസ്, യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. പച്ച മരങ്ങളെ, യു ആർ സോ ഫൈൻ. നിങ്ങൾ സുഖമായിരിക്കുന്നു, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ബ്ലൂ ബേർഡ്സ്, യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. പിന്നെ കാണുന്നത് നീല പക്ഷികളെയാണ്. അപ്പോൾ അവരോടും ഇതുതന്നെയാണ് പറയുന്നത്, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഇനി ഒരു ലൈൻ പൂരിപ്പിച്ച് ചേർക്കണം. റെഡ് റോസ്, ചുവന്ന റോസാപ്പൂക്കളെ. യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. അപ്പോൾ എല്ലാവരും ആഡ് മോർ ലൈൻസ് ചെയ്യണം. ഓക്കെ ഡിയേഴ്സ്, കംപ്ലീറ്റ് യുവർ വർക്ക്ഷീറ്റ്സ് and study well. See you in next class. Thank you.